മോഷണ വാർത്ത അവസാനിച്ചിട്ടില്ല. വീണ്ടും ഒരു മോഷണ വാർത്തയിലേക്കാണ് പോകുന്നത്. ആന്ധ്രയിൽ നടന്ന അതിസാഹസികമായൊരു മോഷണ വാർത്തയിലേക്ക്. പട്ടാപ്പകൽ ജ്വല്ലറിയിൽ കയറി മോഷണം നടത്തിയ കള്ളന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു വ്യാജ തോക്ക് മാത്രമായിരുന്നു. എന്തായാലും കള്ളനെ ട്രാഫിക് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. കാക്കിനഡയിലെ തനിഷ്ക് ജ്വല്ലറിയിൽ നിന്ന് സ്വർണം തട്ടിയ കള്ളനാണ് ട്രാഫിക് പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം നിമിഷങ്ങൾക്കകം പിടിയിലായത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ സതീഷിനെ ആരും സംശയിക്കാതിരുന്നത് സ്വാഭാവികം. എന്നാൽ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് അയാൾ ഒരു പിസ്റ്റൾ പുറത്തെടുത്തതോടെ രംഗം മാറി. ഏതാനും ചില ആഭരണങ്ങളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും കൈക്കലാക്കി പിസ്റ്റൾ ജീവനക്കാർക്ക് നേരെ ചൂണ്ടി. അവർ അലാറം ബട്ടൺ അമർത്തി. ഒച്ചകേട്ട് ഭയന്ന കള്ളൻ പുറത്തേക്കോടി. ജ്വല്ലറി ജീവനക്കാരും സുരക്ഷാ ജീവനക്കാരും രംഗം കണ്ടു നിന്നവരുമൊക്കെ കള്ളന്റെ പിന്നാലെ ഓടി. ഓടിക്കിതച്ച് കള്ളനെത്തിപ്പെട്ടത് ജ്വല്ലറിക്ക് തൊട്ടടുത്തുള്ള ജംഗ്ഷനിലെ ട്രാഫിക് പോലീസിന്റെ മുന്നിൽ. സതീഷിനെ ട്രാഫിക് പോലീസ് NV രാമൻ കയ്യോടെ പിടികൂടി. കുതറിയോടാൻ നോക്കിയ കള്ളനെ പിന്നാലെ ഓടിയെത്തിയ നാട്ടുകാരും ജ്വല്ലറി സുരക്ഷാ ജീവനക്കാരും ഇടം വലം അനങ്ങാനാവാതെ നിലത്തുകിടത്തി. കോൺസ്റ്റബിൾ NV രാമൻ നൽകിയ വയർലെസ് സന്ദേശം കിട്ടിയ കാക്കിനാഡ ട്രാഫിക് ഇൻസ്പെക്ടറും ടൗൺ ഇൻസ്പെക്ടറും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത സംഘം മോഷ്ടിച്ച ആഭരണങ്ങൾ പിടിച്ചുവാങ്ങി ജ്വല്ലറിക്ക് തിരിച്ചു നൽകി. പ്രതിയുടെ പക്കലുണ്ടായിരുന്ന പിസ്റ്റൾ വ്യാജമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. നേരത്തെയും ചെറുകിട ജ്വല്ലറികളിൽ സതീഷ് മോഷണം നടത്തിയിട്ടുണ്ട്. ആദ്യമായാണ് ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ജ്വല്ലറിയിൽ മോഷണത്തിന് കയറിയത്. മോഷ്ടാവിനെ നിമിഷങ്ങൾ കൊണ്ട് പിടികൂടിയ ട്രാഫിക് കോൺസ്റ്റബിൾ NV രാമനെ ജ്വല്ലറി ജീവനക്കാരും നാട്ടുകാരും പോലീസ് വകുപ്പും അഭിനന്ദിച്ചു. റിപ്പോർട്ടർ, ബംഗളൂരു.